ഓക്കെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. An aircraft is flying at a height of 3,400 meter above the ground. The angle obtained at a ground observation point by the aircraft positions 10 seconds apart is 30 degree. What is the speed of the aircraft? Okay, ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഒബ്സർവേഷൻ പോയിന്റ് ആണ് ഇത്. Let it be O be our observation point. Okay. ഇനി എയർക്രാഫ്റ്റ് എത്ര ഹൈറ്റിലാണ് മൂവ് ചെയ്യുന്നത്? ആ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന പാത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ ഹൈറ്റ്. ഇവിടെ നിന്നുള്ള കറക്റ്റ് വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ഹൈറ്റ് നമുക്ക് വരുന്നത് 3,400 മീറ്റർ ആണ് ഹൈറ്റ്. ഓക്കെ, ഇനി തന്നിട്ടുള്ളത് if the angle subtended at the ground observation point by the aircraft position 10 second apart is 30 degree. Okay, അപ്പോൾ രണ്ട് പൊസിഷൻസ് ഉണ്ട്. ഇത് ഒരു പൊസിഷൻ, ഇത് ഒരു പൊസിഷൻ. ഇതാണ് എ, ഇതാണ് ബി. ഇത് എന്ന് ബിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 10 സെക്കൻഡ്സ് ആണ്. സോ എയർക്രാഫ്റ്റ് നമ്മൾക്ക് ഇതാ ഇങ്ങനെയാണ് പോകുന്നത് അസ്യൂം ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ എത്രയാണ് ടൈം? 10 സെക്കൻഡ്സ് കൊണ്ടാണ് ഇയാൾ മീൻസ് ഈ എയർക്രാഫ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ എയർക്രാഫ്റ്റ്? എയർക്രാഫ്റ്റിന്റെ സ്പീഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇനീഷ്യലി എയർക്രാഫ്റ്റ് ഉണ്ടാകുന്ന പൊസിഷൻ എയും ഫൈനലി ബിയുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. O എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിള് മൊത്തം ആംഗിളാണ് പറയുന്നത്. ദിസ് ഇസ് 30 ഡിഗ്രി. ഈ ആംഗിള് 30 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ട സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്പീഡ് ഈക്വൽ ടു അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഡെൽറ്റ ടിയുടെ വാല്യൂ നമുക്കറിയാം 10 സെക്കൻഡ്സിന് അവർ തന്നിട്ടുണ്ട്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയില്ല. ഡിസ്പ്ലേസ്മെന്റ് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അതിനായിട്ട് അവർ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഒന്നുകിൽ നമുക്ക് എ മുതൽ, ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റ്, നമുക്ക് ഈ ഒരു പോയിന്റിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ ഡബിൾ ആണ് എ എന്ന് സി, സി ടു ബി, അതിന്റെ ഡബിൾ ആണ് നമുക്ക് എന്ത് വരിക? ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരിക. ഈ ആംഗിൾ 15 ഡിഗ്രി, പകുതിയല്ലേ, 30യുടെ പകുതിയാണ്. ഇതും എത്ര വരുന്നത്? 15 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ടാൻ തീറ്റ യൂസ് ചെയ്യാം. എ സി ബൈ ഒ സി ആണ് എന്ത്? ടാൻ തീറ്റ അല്ലേ. തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ സി ഒ ട്രയാങ്കിൾ എ സി ഒ നോക്കുക, അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് ടാൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എ സിയും അഡ്ജസൻറ്റ് സൈഡ് ഒ സിയും. ഇവിടെ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 15 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ടാൻ 15 ഇസ് ഈക്വൽ ടു എ സി ബൈ ഒ സി. നമുക്ക് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി ഇസ് ഈക്വൽ ടു ഒ സി ഇൻറ്റു ടാൻ 15. ഓക്കെ, ഒ സിയുടെ വാല്യൂ, ഒ സി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാണ്? 3,400 മീറ്റർ ആണ് ഇൻറ്റു ടാൻ 15. ഓക്കെ, സോ ടാൻ 15ന്റെ വാല്യൂ വരുന്നത് 0.2679 ആണ് അപ്രോക്സിമേറ്റ്ലി. നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇങ്ങനത്തെ വാല്യൂസ് നമുക്ക് തരാറുണ്ട്, 0.2679. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എ സിയുടെ വാല്യൂ എത്ര വരിക? 3,400 ഇൻറ്റു 0.2679 എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്? 3,400 ഇൻറ്റു 0.2679. ഓക്കെ, ഏകദേശം വരുന്നത് 910 ആണ്. 910.86 മീറ്റർ ആണ് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്. നമുക്ക് വേണ്ടത് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് അല്ല, എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അത് നമുക്ക് എന്ത് വരും? 2 ടൈംസ് എ സി എന്ന് പറയാം അല്ലെ. കാരണം സി എന്നത് കറക്റ്റ് മിഡ് പോയിന്റ് ആണ്, പെർപെൻഡിക്കുലർ ആണ്. സോ എ സി എന്നുള്ളയുടെ ഡബിൾ ആണ് എന്ത് വരിക? എ ബി എന്ന് പറയുക. നമുക്ക് അല്ലെങ്കിൽ നമുക്കിനി വേറെ സംശയം ഉണ്ടെങ്കിൽ ബി സി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം, ഇത് 15 ഡിഗ്രി തന്നെയാണ് വരുന്നത്. ഇതേ പ്രൊസീജിയറിൽ നമുക്ക് ബി സി കാൽക്കുലേറ്റ് ചെയ്യാം. ബി സി കാൽക്കുലേറ്റ് ചെയ്താലും നേരത്തെ അതേ ആൻസർ 910.86 മീറ്റർ ആണ് വരിക. സോ എ ബി ഈക്വൽ ടു എ സി പ്ലസ് സി ബി എന്ന് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ 2 ടൈംസ് എ സി എന്ന് വെച്ചാലും ഒക്കെ ആൻസർ സെയിം ആണ് വരിക.
910.86ന്റെ ഡബിൾ 2 ഇൻറ്റു 910.86 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ എത്ര കിട്ടുക? ഇറ്റ് ഈസ് 1821.72 meters ആണ് ടോട്ടൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 1821.72 meters. ദാറ്റ് ഈസ് ഇതാണ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് 1821.72 ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡ് ആണ്? 10 സെക്കൻഡ് ആണ്. സോ 182.172 മീറ്റർ പെർ സെക്കൻഡ് ആണ് എയർക്രാഫ്റ്റിന്റെ സ്പീഡായിട്ട് നമുക്ക് കിട്ടുന്നത്. 182.172 മീറ്റർ പെർ സെക്കൻഡ്.